വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ്സിലുള്ള ട്രാൻസ്പോർട്ട് ആൻഡ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ് പഠിക്കുമ്പം നമ്മൾക്ക് അറിയേണ്ട കുറേ ടേംസ് ആണ്. സൈലം, ട്രാൻസ്പിറേഷൻ പുള്ള്, റൂട്ട് പ്രഷർ, ഓസ്മോസിസ്, അദഷൻ ആൻഡ് കൊഹിഷൻ. ഈ 6 പ്രോസസ്സ് അല്ലെങ്കിൽ കൺസെപ്റ്റ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് എന്നുള്ള കൺസെപ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഓരോന്നും വെച്ച് കണക്ട് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ BSc ബോട്ടണി MSc ബോട്ടണി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്ററും ഈ ഒരു ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പം വാസ്കുലർ ടിഷ്യൂ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? പ്ലാന്റിന്റെ ട്രാൻസ്പോർട്ടിൽ സഹായിക്കുന്ന 2 ടിഷ്യൂസ് ആണ് സൈലവും ഫ്ലോയവും. അതിൽ വാട്ടറിന്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന വാസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സൈലമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം സൈലത്തിന്റെ സ്ട്രക്ചർ നോക്കാം. അപ്പോൾ ഇതാണ് ഒരു സൈലം എന്ന് പറയുന്നത്. സൈലത്തിന് മെയിൻലി 4 പാർട്സ് ആണ് ഉള്ളത്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ട്രക്കീഡ്സും വെസലും. ഈ 2 ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത്. അപ്പൊ അതുകൂടാണ്ട് സൈലം പാരൻകൈമ, സൈലം വെസൽസ്, സൈലം ട്രക്കീഡ്സ്, സൈലം ഫൈബർ എന്നീ 4 പാർട്ടും ഉണ്ട്. അതിൽ ട്രക്കീഡ്സും വെസൽസും ആണ് ഈ ഒരു ട്രാൻസ്പോർട്ടിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിനി പ്രോസസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു പ്രോസസ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡയഗ്രം ആണ് യൂസ് ചെയ്യുന്നത്. ഇത് റൂട്ട് ഹെയർ ഉണ്ട്, പിന്നെ സൈലം വെസൽസ് കാണിക്കുന്നുണ്ട്, പിന്നെ ലീഫ് മീസോഫിൽ സെൽസ്. അപ്പം ടോട്ടലുള്ള ഒരു പ്രോസസ്സ് എന്താ? ആദ്യം റൂട്ട് ഹെയർ സോയിലിൽ നിന്ന് വാട്ടർ അബ്സോർവ് ചെയ്തു ട്രാൻസ്പോർട്ട് ചെയ്ത് ഇലയിൽ എത്തിക്കണം. ഇലയിൽ നിന്ന് പിന്നെ ആ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുറേ ഫിസിക്കൽ പ്രോസസ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് വാട്ടർ ഫ്രം ദ സോയിൽ അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ് റൂട്ട് ത്രൂ ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സോയിലാണ് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. നമ്മളുടെ പ്ലാന്റിൻ്റെ ഉള്ളിൽ വാട്ടർ കോൺസെൻട്രേഷൻ ഇല്ല, വാട്ടർ ഇല്ല. അപ്പോഴാണല്ലോ വാട്ടറിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ വാട്ടർ ഇപ്പം നമ്മളുടെ പ്ലാന്റിന് ആവശ്യമാണ്. അപ്പോൾ ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സോയിലിൽ നിന്ന് വാട്ടർ റൂട്ട് ഹെയറിൻ്റെ ഉള്ളിലേക്ക് പോകും ഓസ്മോസിസ് എന്നുള്ള പ്രോസസ്സ് വഴി. ഓക്കെ, അപ്പം ആ ഒരു പ്രോസസ്സ് ഇവിടെ എത്തി. അതിനുശേഷം നമ്മൾ മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പം. ഇപ്പം വാട്ടർ റൂട്ട് ഹെയറിൽ എത്തുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ലീഫിൽ വെള്ളമുണ്ട്. ആ ലീഫിൽ നിന്ന് വാട്ടർ ലോസ് ആകുകയാണ്, പുറത്തേക്ക് പോകുവാണ്. ഏത് പ്രോസസ്സ് വഴിയാണ് പുറത്തേക്ക് പോവുക? ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ട്രാൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ലീഫിൽ നിന്ന് വെള്ളം അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ട്രാൻസ്പിറേഷൻ വഴി ലീഫിൽ നിന്ന് വാട്ടർ പോയി. അപ്പോൾ ലീഫിൽ ഇപ്പോൾ എന്തില്ല? വെള്ളമില്ല. അപ്പോൾ ലീഫിനും ആവശ്യമാണ്, മൊത്തത്തിൽ ഇവിടെ വാട്ടർ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ലീഫിൽ നിന്ന് പോയാൽ ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ മീസോഫിൽ സെൽസിലെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. അപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഈ ലീവ്സ് എന്ത് ചെയ്യും? ഒരു വലിവ് ഉണ്ടാക്കും. അതായത് ഇവിടെ വെള്ളം ആവശ്യമാണ്, അപ്പോൾ സോയിലിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും? വാട്ടറിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു വലിവിനെ, ആ ഒരു വലിക്കുന്ന ആ ഒരു പുള്ളിങ് ഫോഴ്സിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ പുള്ളി എന്ന് പറയുന്നത്. ലീഫിൽ വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ വെള്ളം വലിച്ചെടുക്കാനുള്ള ആ ഒരു ടെൻഡൻസിനെയാണ് ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസ്പിറേഷൻ പുൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു വലിവ് റൂട്ടിലേക്ക് ഒരു പ്രഷർ കൊടുക്കും. ഇവിടെ വെള്ളം ഇല്ല മക്കളെ, കുറച്ച് വെള്ളം വേണമെന്ന് വെച്ചാൽ ആ ഒരു വലിവ് എന്തുണ്ടാക്കും? റൂട്ടിലൊരു പ്രഷർ ഉണ്ടാക്കും. ആ പ്രഷർ വഴിയാണ് ആക്ച്വലി ഓസ്മോസിസിലൂടെ വെള്ളം റൂട്ടിലേക്ക് കയറുന്നത്. ആ റൂട്ടിലേക്ക് കയറിയതിന് ശേഷം നേരെ കോർട്ടെക്സിലേക്ക് പോകുന്നുണ്ട്. കോർട്ടെക്സിൽ നിന്ന് സൈലം വെസൽസിലെത്തി. ഓക്കെ, റൂട്ട് ഹെയറിൽ നിന്ന് കോർട്ടെക്സ്, സൈലം വെസൽസിൽ നമ്മളുടെ വെള്ളം എത്തി. ഇനി ഈ വെള്ളം, ഇവിടെയുള്ള വെള്ളം നമ്മൾ മുകളിലോട്ടേക്ക് അപ്വാർഡ് മൂവ്മെന്റ് വേണം. അതിന് സഹായിക്കുന്ന പ്രോസസ്സാണ് ഒന്ന് ട്രാൻസ്പിറേഷൻ പുള്ള്. ഇവിടെ നിന്ന് ഇപ്പോഴും വലിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം എത്തിയിട്ടില്ല. അപ്പോൾ ട്രാൻസ്പിറേഷൻ പുള്ള് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൂടാതെ അദഷൻ കൊഹിഷൻ, അതായത് വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകും. അതുകൂടാണ്ട് വാട്ടർ മോളിക്യൂൾസും സെൽ വോളും തമ്മിൽ ഒരു
അട്രാക്ഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ അട്രാക്ഷനും ഈ ഒരു ട്രാൻസ്പിറേഷൻ പുൾ അല്ലെങ്കിൽ വലിവും റൂട്ട് പ്രഷറും, റൂട്ട് മുകളിലേക്ക് ഒരു പ്രഷർ കൊടുക്കും. അപ്പം ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് ഒരാൾ വലിക്കും, മുകളിൽ നിന്ന് ഒരാൾ വലിക്കും, ഇവിടുന്ന് ഒരാൾ ഉന്തും. പിന്നെ അഡീഷൻ കൊഹിഷൻ കൊണ്ട് ഈ വാട്ടർ എന്ത് ചെയ്യും, അപ്വാർഡ് മൂവ്മെന്റ് മുകളിലേക്ക് പോകും. അപ്വാർഡ് മൂവ്മെന്റ് ആണ് എപ്പോഴും വാട്ടർ യൂണി ഡയറക്ഷൻ ആണ്, ഒരു ഡയറക്ഷനിൽ മാത്രമേ ഈ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് നടക്കുള്ളൂ. അപ്പം അങ്ങനെ വാട്ടർ ലീഫിലെത്തി കഴിഞ്ഞാൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളം എന്ത് ചെയ്യും, പുറത്തേക്ക് പിന്നെയും ട്രാൻസ്പിറേഷൻ വഴി പോകും. അപ്പോൾ ഇവിടെ പിന്നെയും കോൺസെൻട്രേഷൻ കുറഞ്ഞല്ലോ, പിന്നെയും ട്രാൻസ്പിറേഷൻ പുള്ളുണ്ടാകും. സെയിം പ്രോസസ്സ് നടന്നിട്ട് ഇതിൻ്റെ ഒരു സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ആക്ച്വലി വാട്ടർ ട്രാൻസ്പോർട്ട്. എത്രയും സിമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. ഓക്കെ ആണ്, ക്ലാസ് ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ഇടുക.